ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ അറിവിന്റെ ആഘോഷം. ഹേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശാന്ത് ആണ്. അപ്പോൾ ഇന്നും ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫോർമേഷൻ ഒക്കെ അറിയാറുണ്ടല്ലേ. അപ്പോൾ ഇന്നും ഒരു വലിയ ഇൻഫോർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്നും പറയാൻ പോകുന്നത് അത്യധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതായത് റാബിസിനെ പറ്റിയാണ്. റാബിസ് എന്ന് പറയുമ്പോൾ പേവിഷബാധയെ പറ്റിയാണ്. ഓരോ ദിവസവും പത്രങ്ങളിലും ന്യൂസ് ചാനൽസിലും ആക്സിഡൻസിനൊപ്പം ഒരുപോലെ കേൾക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ കാണുന്ന ഒരു വാർത്തയാണ് തെരുവുനായ ആക്രമണത്തെ പറ്റിയും പേവിഷബാധ മരണത്തെ പറ്റിയും. സോ ഈ സാഹചര്യത്തിൽ ഇവയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാനായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം കൂടെയുള്ളത് കൊല്ലം കമ്പാനിയൻ ആനിമൽ ഹോസ്പിറ്റൽ ആൻഡ് റിസോഴ്സ് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ ബി അരവിന്ദ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മളെന്നും ഈ പത്രങ്ങളിൽ ന്യൂസ് ചാനൽസിലൊക്കെ ഇങ്ങനെ റാബിസിനെ പറ്റിയും അതുപോലെ ഈ തെരുവുനായ ആക്രമണത്തെ പറ്റിയൊക്കെ അറിയാറുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് റാബിസ് എന്താണെന്നോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താണ് റാബിസ് ആൻഡ് എങ്ങനെ ഇത് മനുഷ്യരിലേക്ക് പകരുന്നു? റേബിസ് എന്ന രോഗം പേവിഷം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വിഷം ആയിട്ടുള്ളതല്ല, ഇതൊരു വൈറസ് രോഗമാണ്. യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖം, വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖം, അതേപോലെ തന്നെ മറ്റ് പരാതങ്ങൾ പ്രോട്ടോസോവ കൊണ്ടുണ്ടാകുന്ന അസുഖം. ഇങ്ങനെ നമുക്ക് ഇപ്പൊ മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും പേടിക്കുന്നത് കൂടുതൽ പകർച്ചവ്യാധികളായിട്ട് വരുന്ന ഫ്ലൂ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കോവിഡ് ഉണ്ട്. ഇതൊക്കെ വൈറസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഇതും ഒരു വൈറസ് രോഗമാണ്. അസുഖമാണെന്ന് കൺഫേം ചെയ്താൽ ഡെത്ത് ഈസ് കൺഫേംഡ്. അതാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് ബാക്കിയൊക്കെ നമുക്ക് അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് അസുഖത്തിന് സാധ്യത ഉണ്ടെന്ന് കണ്ട് ചികിത്സ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഷ്ണരക്തമുള്ള എല്ലാ ജീവികൾക്കും വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് റേബീസ്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേണമെന്നുണ്ടെങ്കിലും പകരാം. കൂടുതലും നായ്ക്കളിൽ നിന്നും പൂച്ചകളിൽ നിന്നും കുറുക്കന്മാരിൽ നിന്നുമാണ് പകരുന്നത്. അതേപോലെ ഉള്ള ഉഷ്ണരക്തമുള്ള എല്ലാ ജീവികൾക്കും റേബീസ് വരാനുള്ള സാധ്യതയുണ്ട്. നായ്ക്ക് വരാം, പൂച്ചയ്ക്ക് വരാം, പശുവിന് വരാം, ആടിന് വരാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ പകരുന്നതിനകത്ത് കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന് പകരുന്നത് നായിൽ നിന്നും പൂച്ചയിൽ നിന്നും പകരുന്ന അത്രയും കൂടുതലായിട്ട്, അത്രയും വേഗത്തിൽ നമുക്ക് മനുഷ്യർക്ക് പകരില്ല. അപ്പൊ സാധാരണ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നായ്ക്കൾ കടിച്ചാൽ മാത്രമേ നമുക്ക് റാബിസ് വരൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പൂച്ചകളിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. നമുക്ക് പക്ഷേ ഇതിനകത്തുനിന്ന് രക്ഷയുള്ളത് റാബിറ്റ്, മുയലുകളിൽ നിന്ന് പകരുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വവ്വാലുകളിൽ നിന്ന് ഇത് നല്ല രീതിയിൽ പകരും. നമ്മളുടെ ഇവിടുത്തെ ഉള്ള ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൽ നിന്നും അങ്ങനെ പേവിഷബാധ പകരുന്നതായിട്ട് റിപ്പോർട്ടുകളൊന്നും. ഈ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും അസുഖം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ അതേപോലെ കുരങ്ങ് മറ്റ് കോമ്പലുള്ള ജീവികളിൽ നിന്ന്, അതായത് കെനൈൻസീന്നോ ഫെലൈൻസീന്നോ ഉള്ള കടി, ലിക്ക്, എക്സ്പോസേഴ്സ് ഉണ്ടാവാതിരിക്കും. അവയുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധ വയ്ക്കും. അപ്പൊ മനുഷ്യർക്കും മറ്റു മൃഗങ്ങൾക്കും ഒക്കെ റാബിസ് ബാധിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇതിന്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ തുടക്കം തന്നെ? റേബിസ് ഓരോ സ്പീഷീസിലും പല രീതിയിലാണ് സിംറ്റംസ് കാണും. വൺസ് അസുഖമായാൽ നായയിൽ ഒരു തരത്തില്, പൂച്ചയിൽ വേറൊരു തരത്തില്, പശുവിൽ വേറൊരു തരത്തില്, മനുഷ്യന് വരുന്നുണ്ടെങ്കിൽ വേറൊരു തരം. മനുഷ്യരിലൊക്കെ ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. പിന്നെ ആഹാരവും വെള്ളവും ഉമിനീരിറക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ അവർക്ക് വളരെ കോച്ചിപ്പിടുത്തം, പെട്ടെന്ന് ഒരു കുറച്ചു നേരത്തേക്ക് ഒരു സ്പാസം കാണാവും. എന്നാൽ കുറെ കഴിയുമ്പോൾ ഇത് നോർമൽ ആവുകയും. ഇതാണ് റേബിസിന്റെ ഏറ്റവും ഭീതികരമാണ്. ഇടയ്ക്ക് അസുഖവും ഇടയ്ക്ക് നോർമൽ ആവുകയും ചെയ്യും. അതാണ് മനുഷ്യരിൽ വരുന്നത്. നായയിലാണെങ്കിലോ രണ്ടു തരത്തിലാണ്. ചില നായ്ക്കളാണെന്നുണ്ടെങ്കിൽ പിടിച്ച് ഓടി നടന്നു കാണുന്ന എല്ലാത്തിനെയും കടിക്കും, ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും കടിക്കും. അതിന്റെ ഇടയ്ക്ക് കുറച്ച് മനുഷ്യർക്കും കിട്ടും, ബാക്കി നായ്ക്കൾക്കും കിട്ടും, മറ്റു മൃഗങ്ങൾക്കും. എന്നാൽ ചില നായ്ക്കളിൽ അസുഖമാണെങ്കിലോ അതിന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരഭാവം ഒന്നും ഉണ്ടാവില്ല. അത് വളരെ വാലാട്ടി കിടക്കും. പക്ഷെ അതിന് ആദ്യം അതിന്റെ വാല് തളരും, പിന്നെ അതിന്റെ
പിൻകാലുകൾ തളരും, അങ്ങനെ അതിന്റെ തളർച്ച മുൻപോട്ട് പോകും. അപ്പോൾ അതിന്റെ കീഴ്ത്താടി തളരും. അപ്പോൾ വാ ഇങ്ങനെ തുറന്നിരിക്കും, വായിൽ നിന്ന് ഉമിനീര് വരും. അപ്പോ പലപ്പോഴും നമ്മുടെ നോക്കുന്ന പെറ്റ് ഓണേഴ്സും അതേപോലെ മൃഗസ്നേഹികളും ഒക്കെ വിചാരിക്കും ഇതിന്റെ വായിൽ എന്തോ ഇരിക്കുകയാണെന്ന് വിചാരിച്ച് വായിൽ പോയി കൈയിട്ടൊക്കെ നോക്കും. അങ്ങനെ അത് എക്സ്പോസറും വരും. ഇതിന് പേ ആണെന്ന് പോലും അറിയുന്നത് വളരെ താമസിച്ചാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള റാബീസിനേക്കാൾ ഉപരി പാസീവ് ആയിട്ടുള്ള ഇത്തരം സിംറ്റംസ് കാണിക്കുന്ന മൃഗങ്ങളിൽ നിന്നാണ്. അപ്പം ഈ റാബിസിന്റെ കാര്യം പറയുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ ഈ പാസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടല്ലേ? രണ്ട് സിനാരിയ ഉള്ളത്. ഒരു നായ നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോകുന്നു, ഒരു നായ വന്ന് നമ്മളെ കടിച്ചോട്ടു. വേറൊന്ന് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ നമ്മളെ അങ്ങ് കടി. ഈ രണ്ട് സീനും ഡിഫറന്റ് ആണ്. നമ്മൾ അറിയാത്ത ഒരു നായയാണ് നമ്മളെ കടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് എല്ലാ പ്രഥമ ശുശ്രൂഷ എടുക്കണം, വാക്സിനും കമ്പൽസറി ആയിട്ട് എടുക്കും. എന്നാൽ വാക്സിനേഷൻ എടുത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു നായ അൺപ്രൊവോക്ഡ് ആയിട്ട് നമ്മൾ കളിക്കുന്നതിന്റെ ഇടയിലൊന്ന് പല്ല് പറ്റി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നായ്ക്ക് വേറെ അസുഖങ്ങളും ഒന്നുമില്ല, നായ്ക്ക് വാക്സിനും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കേണ്ട സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം മൃഗങ്ങളെ വീട്ടിൽ നിർത്തുമ്പോൾ അതിന് വെറ്റിനറി ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വാക്സിനേഷൻസ് പ്രോപ്പറായിട്ട് എടുക്കും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നായ്ക്ക് ഇപ്പോൾ വാക്സിൻ എടുക്കാം, നായ്ക്ക് അസുഖം വരൂല, പക്ഷെ കടിക്കുന്ന മനുഷ്യന് അസുഖം വരൂ എന്നുള്ളൊരു പേടിയുള്ളവർ. അങ്ങനെ വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാക്സിന്റെ ഒരു പ്രത്യേകത. നമ്മൾ വാക്സിൻ എടുത്ത് പ്രൊട്ടക്ട് ചെയ്താൽ, വാക്സിൻ എടുത്തതിന് ഒരാഴ്ചയ്ക്ക് ആയാലും കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിരോധ ശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നായയിൽ നിന്നും നമുക്ക് അസുഖം വരില്ല. അപ്പോൾ പേവിഷബാധയ്ക്ക് കൃത്യമായ ഒരു ചികിത്സയുണ്ടോ സർ? ഈ ചികിത്സ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ എത്രമാത്രമാണ്? നേരത്തെ പറഞ്ഞതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞില്ല, എങ്ങനെയാണ് പേവിഷബാധ കണ്ടുപിടിക്കുക. ഒന്ന് സിംറ്റംസ് വെച്ചിട്ടാണ്. മനുഷ്യരിലാണെങ്കിൽ ഹൈഡ്രോഫോബിയ, എയറോഫോബിയ. നായ്ക്കളിലാണെങ്കിലോ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് വെച്ച്. രണ്ടാമത്തത് ഇതിന്റെ ബ്രെയിൻ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് പറയാൻ പറ്റും. ഹെയർ ഫോലിക്കിളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 99% കൃത്യതയോടുകൂടി ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് സാമ്പിൾ ആവശ്യമുണ്ട്. എപ്പോഴും ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന റേബീസ് ഉള്ള ഒരു നായയിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യുന്നതും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. FIT വെച്ചിട്ട് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെക്നിക്ക് വെച്ചിട്ട് റേബീസ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കേന്ദ്രം കൊല്ലത്ത് വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കും. റേബീസ് വൺസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പോസർ കിട്ടിയിട്ടുള്ള എല്ലാവരും തന്നെ വാക്സിൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാക്സിൻ എടുക്കുന്നത് നമ്മുടെ ശരീരത്ത് ഒരു പക്ഷേ റേബീസ് വൈറസ് കയറിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ റേബീസ് വൈറസ് ബ്രെയിനിലാണ് ഇതിന്റെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. ആ ബ്രെയിനിൽ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ വാക്സിൻ പ്രവർത്തിക്കുകയും അതിന്റെ ആന്റിബോഡീസ് വെച്ചിട്ട് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് എപ്പോഴും കൂടുതൽ നാഡികൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള കടി, സ്പർശനമുള്ള കായയുടെ അകഭാഗങ്ങൾ, അതേപോലെ തലയോടടുത്തുള്ള നായുടെ കടി ഒക്കെ തന്നെ അസുഖം പെട്ടെന്നുണ്ടാവാനായിട്ടുള്ള സാധ്യതയും. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് വെച്ചാൽ ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സയില്ല. മനുഷ്യൻ ഇത്രയും പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും റേബീസ് ഡിസീസ് വൺസ് ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു റെസ്ക്യൂ ഹിം. എന്നാൽ അത് മരണം ഉറപ്പാണ്. അതാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. ഇത്രയും നമ്മൾ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? റേബീസ് വൺസ് ഒരു പ്രോബബിലിറ്റി, അസുഖം വരാനുള്ള സാധ്യതയായിട്ടൊരു കടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു എക്സ്പോസർ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂച്ചയിൽ നിന്ന് ഉള്ള ഒരു അള്ളലുണ്ടായാൽ നമ്മൾ വാക്സിൻ എടുക്കും. ആ വാക്സിന്റെ ആന്റിബോഡിയാണ് നമ്മളെ ഈ രോഗം വരാതെ പ്രതിരോധിക്കുകയാണ്. അതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, ഒരു നായ കടിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മളൊരു നായ കടിച്ചാൽ പ്രധാനമായിട്ടും ഉടൻ തന്നെ ചെയ്യേണ്ടത് എന്താണ് സർ? എപ്പോഴും നായ കടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സോപ്പുള്ള വെള്ളം ഉപയോഗിച്ച് സോപ്പിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന്റെ വരാനുള്ള പ്രോബബിലിറ്റി ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റേബീസ് വൈറസ് ഒരു കൊഴുപ്പ് ആവരണമുള്ള ഒരു വൈറസാണ് റേബീസ് വൈറസ്. അതിനെ നമ്മൾ ഇത്തരത്തിലുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അത് നിർവീര്യമാകും. അതുപോലെ തന്നെ ചെറിയ ചൂടടിച്ചാലും റേബീസ് വൈറസ് നിർവീര്യമാകും. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്ത് കളയുക.
അടുത്തത് ഉടൻ തന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എത്രയും വേഗം വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് നേരത്തെ തന്നെ പ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിയും. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത ഒരു നായയിൽ നിന്ന് കടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ തന്നെ വാക്സിൻ എടുക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം. പലപ്പോഴും കൂടുതൽ കടികൾ ഇട്ടുന്ന അവസരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡീപ്പായിട്ടുള്ള ബൈറ്റ്സ് ആണ് വരുന്നത്, ഡീപ്പായിട്ടുള്ള കടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ആ കടിയേറ്റ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കുന്ന സമ്പ്രദായവും നമ്മൾ ഇപ്പോഴത്തെ പ്രോട്ടോകോളിൽ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വാക്സിന്റെ കാര്യം പറയുമ്പോൾ റാബിസ് വാക്സിൻ എങ്ങനെ നമുക്ക് മൃഗങ്ങൾക്ക് നൽകാൻ സാധിക്കും? മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യന് നമുക്ക് എങ്ങനെ നൽകാൻ സാധിക്കും? റേബീസ് വാക്സിൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ള വാക്സിൻസ് ഡിഫറന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ അത് എത്രയും വേഗം നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക, എന്നിട്ട് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വാക്സിനേഷൻ സാധാരണ പലതരം പ്രോട്ടോകോൾ ഉണ്ട്. നിങ്ങൾ പലതരം രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം, പിന്നെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, അങ്ങനെ 28-ാമത്തെ ദിവസം ഒക്കെ ഇങ്ങനെ നീണ്ടുപോകും. അതിന്റെ കൂടുതൽ തീവ്രത അനുസരിച്ചും അത് ആ ചികിത്സിക്കുന്ന ഡോക്ടറുടെ യുക്തിക്കും അനുസരിച്ച് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. നായ്ക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് വാക്സിനേഷൻസ് നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. വാക്സിൻ എടുത്തിട്ടുള്ള മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് ബൂസ്റ്റർ നൽകുന്ന ഒരു സമ്പ്രദായവും. ഒരു നായയെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്, അതായത് 2 തരത്തിലുള്ള നായ്ക്കളെ നമ്മൾ വളർത്താൻ സാധ്യത. ഒന്ന് വാക്സിൻ എടുത്തിട്ടുള്ള ഒരു അമ്മയിൽ നിന്ന് കിട്ടിയ കുഞ്ഞ്, വേറൊന്ന് നമുക്കറിയാതെ കിട്ടിയ ഒരു കുഞ്ഞ്. അങ്ങനെ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് 2-ാം മാസമാകുമ്പോൾ തന്നെ പേവിഷബാധയുടെ വാക്സിൻ എടുക്കണം. അതേസമയത്ത് വാക്സിനേഷൻ എടുത്തിട്ടുള്ള ഒരു നായയുടെ കുഞ്ഞിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിലോ അതിന് 3 മാസം പ്രായമാകുമ്പോൾ നമ്മൾ ആദ്യത്തെ വാക്സിൻ കൊടുക്കണം. അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു ബൂസ്റ്ററും കൂടെ നൽകുന്നത് നല്ലതാണ്. 6 മാസം പ്രായമുള്ളപ്പോൾ വീണ്ടും ഒരു ബൂസ്റ്ററും കൂടെ നൽകിയാൽ നല്ല രീതിയിൽ നായയിൽ പ്രതിരോധ ശേഷി വരും. ഓർക്കുക, ഇങ്ങനെ ഒരുപാട് നായ്ക്കൾക്കും പ്രതിരോധ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ റേബിസ് പെട്ടെന്ന് പകരുന്നത്, നിങ്ങൾ ഒരു നായ കടിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു പൂച്ച കടിച്ചാൽ പോലും പകരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പൂച്ചകളിൽ നിന്നും വളരെ പ്രധാനമായിട്ടും പൂച്ചകളിൽ നിന്നും നമുക്കിത് പകരാൻ സാധ്യതയുണ്ട്. പൂച്ചകളാവുമ്പോൾ കൂടുതലും തലയോടടുത്തുള്ള ഭാഗങ്ങളിലായിരിക്കും നമുക്ക് സ്ക്രാച്ചസ്, അതായത് പൂച്ച മാന്തുകയാണ് ചെയ്യുന്നത്. പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, പൂച്ച കൂടെ അതിന്റെ നഖങ്ങളിൽ ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നഖങ്ങളിൽ അല്ലെങ്കിൽ അതിനകത്ത് ഒരു വൈറസ് ഒന്നും വരൂല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇത് കൂടെ നക്കുന്നത് കൊണ്ട് അതിന്റെ നഖങ്ങളിൽ ഉമിനീര് ഉണ്ടാവും. ആ ഉമിനീരിൽ വൈറസ് ഉണ്ടാവും. ആ വൈറസ് ഈ ഉണ്ടാക്കുന്ന മുറിവിലേക്ക് വൈറസ് കയറും. അങ്ങനെയാണ് പൂച്ചകളിൽ നിന്ന് കുറെ കൂടി പെട്ടെന്ന് പേവിഷബാധ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അത് മാത്രമല്ല, അത് പലപ്പോഴും തലയോട് അടുത്തുള്ള ഭാഗങ്ങളിലായിരിക്കും പൂച്ചയുടെ സ്ക്രാച്ചസ് മനുഷ്യർക്ക് കിട്ടുന്നതും. അതുകൊണ്ട് പൂച്ചയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം മാന്തലുകളും കടികളും ഒരിക്കലും പേവിഷബാധ ഉണ്ടാകില്ല എന്ന് കരുതി തള്ളിക്കളയരുത്. പൂച്ചയിൽ നിന്നും നല്ല രീതിയിൽ പേവിഷബാധ പകരാൻ സാധ്യതയുണ്ട്. പൂച്ചകളാണെങ്കിൽ പേവിഷബാധ വരുമ്പോൾ അവ ഇങ്ങനെ കൂടെ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ കൂടുതൽ സ്നേഹമൊക്കെ കാണിക്കും. ചിലത് അഗ്രസീവ് ആവും, ചിലതിന് തളർച്ചയും. അപ്പോൾ സാർ, നമ്മൾ വീടുകളിൽ നിന്നും മൃഗങ്ങളെ വളർത്തുന്നത് വളരെ സാധാരണമായി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൃഗങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇത്തരം മൃഗങ്ങളെ വളർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ കോമ്പലുള്ള ജീവികളിൽ നിന്നാണ് ഇത് പകരുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഉഷ്ണരക്തമുള്ള ജീവികൾക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട് പ്രോപ്പറായിട്ട് വാക്സിൻ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-ാം മാസമോ 3-ാം മാസമോ വാക്സിൻ എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 6-ാം മാസം ആകുമ്പോൾ കൂടി ഒരു തവണ കൂടി വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ അധികമായെന്ന് വിചാരിച്ച് വലിയ ഇഷ്യൂസും ഈ വാക്സിനിൽ നിന്നും വരാറില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ വർഷവും ഈ വാക്സിന് ബൂസ്റ്റർ എടുക്കണം. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പേവിഷബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എല്ലാ വർഷവും പേവിഷബാധയുടെ ബൂസ്റ്റർ വാക്സിൻ നിങ്ങളുടെ നായ്ക്കൾക്കും പൂച്ചയ്ക്കും നൽകേണ്ടതാണ്. മറ്റൊന്ന്, അവയ്ക്ക് ആരോഗ്യം ആയിട്ട് സൂക്ഷിക്കാനായിട്ട് മറ്റ് ആന്തരിക പരാതങ്ങളും, അതായത് വിര വരാതെയും അതേപോലെ ചെള്ള് പോലത്തെ അസുഖങ്ങൾ ഒക്കെ വരാതിരിക്കാൻ നോക്കുക. കാര്യം ആരോഗ്യമുള്ള ഒരു ജീവിക്ക് മാത്രമേ വാക്സിൻ കൊടുത്താൽ നല്ല രീതിയിലുള്ള ഒരു ആന്റിബോഡി പ്രൊഡക്ഷൻ, നല്ല രീതിയിലുള്ള ഒരു ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് ആരോഗ്യമുള്ള ഒരു മൃഗമായിട്ട് തന്നെ വേണം അതിനെ കീപ്പ് ചെയ്യേണ്ടത്. റേബീസ് അല്ലാതെ പല അസുഖങ്ങളും മനുഷ്യർക്ക് ഇത്തരം ജീവികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കമ്പാനിയൻസ് ആയിട്ട് ഇവയെ വളർത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവയ്ക്കുടെ ആരോഗ്യം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവയിൽ നിന്നുള്ള പരാതങ്ങൾ പലതും നമുക്കും അസുഖങ്ങൾ വരുത്താനും
സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ മൃഗസ്നേഹികളെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ് ഈ പെറ്റ്സിനെയൊക്കെ അവർ കൂടെ കിടത്തി ഉറക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സേഫ് ആണ് സർ? അത് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വഴിയിൽ കാണുന്ന ഒരു പട്ടിക്കുട്ടിയെ സ്നേഹം തോന്നിയോ കരുണ തോന്നിയോ കുഞ്ഞുങ്ങളും അതേപോലെ ആളുകളും എടുത്തുകൊണ്ടുവരും. അത് പിന്നെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചെറിയ അസുഖം ഉള്ളതായിരിക്കും. എന്ത് അസുഖമാണെന്നുള്ളത് അതിന്റെ വാക്സിനേഷൻ ഹിസ്റ്ററി നമുക്കറിയില്ല, അതിന്റെ ബൈറ്റ് ഹിസ്റ്ററി അറിയില്ല, എക്സ്പോസർ ഹിസ്റ്ററി ഒന്നും അറിയില്ല. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലത്ത് നിന്നങ്ങ് പോകുന്നു. പലപ്പോഴും വിരുന്നിന് വരുന്ന കുട്ടികളൊക്കെ അവിടെ കാണുന്ന ഒരു നായ്ക്കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു ഒക്കെ. അത് സ്ട്രീറ്റിൽ നിന്നുള്ള ഒരു നായ്ക്കുഞ്ഞായിരിക്കും. അതിന് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം കേരളത്തിൽ ഈ അസുഖത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്നും എക്സ്പോസർ കിട്ടാതിരിക്കുക. എക്സ്പോസർ എന്ന് പറയുന്ന റേബീസ് വൈറസ് ഇൻടാക്ട് സ്കിന്നിൽ കൂടെ കയറി വരൂല. അതായത് നമ്മുടെ തൊലിപ്പുറത്തൊരു മാന്തലോ മുറിവോ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പേവിഷബാധ വരാനായിട്ടുള്ള സാധ്യത കുറഞ്ഞു. പിന്നെ പേവിഷബാധ വരാനുള്ള ഒരേ സാധ്യത നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങൾ, അതായത് മ്യൂക്കസ് മെംബ്രെയിനിൽ ഇത്തരം പേവിഷബാധ ഏറ്റ ഒരു മൃഗത്തിന്റെ ഉമിനീരോ ഏതെങ്കിലും സ്രവങ്ങളോ ഒക്കെ വീണാലേ ഉള്ളൂ. അതിന്റെ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഒരു ജന്തുസ്നേഹം കൊണ്ടൊരു നായയെ എടുത്താൽ അതിന് ഹിസ്റ്ററി അറിയാത്തിടത്തോളം കാലം നമ്മൾ അതിൽ നിന്നും ഒരു കടിയേൽക്കാതെയോ മാന്തലേൽക്കാതെയോ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. അതിന്റെ സ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ മുറിവുകളിലേക്ക് വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടാവാതിരിക്കുക. അത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ അഥവാ നമുക്കതിനെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പരിഹരിക്കാൻ. തീർച്ചയായിട്ടും. അപ്പോൾ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവർ അത്രത്തോളം കൃത്യമായിട്ട് ശ്രദ്ധയോടെ വേണം മൃഗങ്ങളെ വളർത്താൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതുകൊണ്ടുള്ള ഒരു വളരെ വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ എല്ലാവരും 100% പെറ്റ് ഓണേഴ്സും കേരളത്തിലുള്ളവരും അവരുടെ നായ്ക്കൾക്കും പൂച്ചകൾക്കും വാക്സിൻ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ആലോചിച്ചാൽ ഒരു പ്രയോജനം വരുന്നത്, ഒരു തെരുവ് നായ്ക്ക് അസുഖം വന്നാൽ പോലും ഈ നായ വന്ന് വേറൊന്നിനെ കടിച്ച് പകർന്ന് ഈ അസുഖം കൂടി ഒരുപാട് പേർക്ക് പകരുന്ന രീതികൾ തീർച്ചയായിട്ടും ഒഴിവാകും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ വളർത്തുന്ന എല്ലാ ജീവികൾക്കും ഇത്തരം വാക്സിൻ നൽകണം എന്ന് പറയുന്നത്. പക്ഷെ പശുക്കളിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ അസുഖം വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ റുട്ടീനായിട്ട് അവയ്ക്കൊന്നും വാക്സിൻ നൽകുന്നില്ല. നമ്മൾ എപ്പോഴും വാക്സിൻ നൽകുന്നത് കോമ്പലുള്ള ജീവികൾക്കാണ്. ഈവൻ ആനകൾക്ക് വരെ പേവിഷബാധ വന്ന് മരണമടഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മൃഗമാണെങ്കിലും അതിന് നല്ല രീതിയിലുള്ള എക്സ്പോസർ ഉണ്ടായാൽ അതിന് വരെയും മരണത്തിന് കാരണമാകാം റേബീസ്. ഓർക്കുക, എപ്പോഴും വൺസ് ഡയഗ്നോസ്ഡ് ആസ് റേബീസ് വി ആർ ഡയഗ്നോസിംഗ് ഡെത്ത്. തീർച്ചയായിട്ടും അവിടെയാണ് അതിന്റെ റേബീസ് എന്നുള്ള ഒരു ഡയഗ്നോസ്. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ PCR വെച്ച് വേണമെന്നുണ്ടെങ്കിലും ഡയഗ്നോസ് ഫൈനലൈസ് ചെയ്യാം. പക്ഷേ ബയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചത്തുപോയ ജീവിയുടെ ബ്രെയിനിൽ നിന്നൊരു സാമ്പിൾ എടുത്ത് മറ്റൊരു എലിയിലൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. അങ്ങനെയും നമുക്ക് കൺഫർമേറ്ററി ആയിട്ടൊക്കെ തന്നെ റേബീസ് ഡയഗ്നോസ് ചെയ്യാം. ഇതിന് അസുഖമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മരണം ഉറപ്പാണ്. സർ, പേവിഷബാധയെ സംബന്ധിച്ച് നിരവധി തെറ്റിദ്ധാരണകളുണ്ട് ഈ നാട്ടിൽ. ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊതുവായ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സർ? പ്രധാനമായിട്ടും പണ്ടൊക്കെ പേവിഷബാധ വരുന്നവരെ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പേവിഷ വൈദ്യന്മാര് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറും ഒരുപാട് തട്ടിപ്പായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അസുഖം വരുന്ന ഉടനെ ഒരു പേ പിടിച്ച നായ പോലും കടിച്ചാൽ 100 പേരെ കടിച്ചാൽ 20 പേർക്ക് മാത്രമേ പേ വരും, അസുഖം വരാൻ സാധ്യതയുള്ളൂ, റേബീസ് വരാൻ. അതുകൊണ്ട് തന്നെ 100 പേരെ ചികിത്സിച്ച 20 പേരെ ഫെയിലിയർ വരും. ഈ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് പലപ്പോഴും പല വൈദ്യ ചികിത്സയൊക്കെ നടത്തുന്നത്. അതെല്ലാം തെറ്റാണ്. അതിലൊന്നും യാതൊരു കഥയുമില്ല. ഇത്രയും മോഡേൺ മെഡിസിൻ വികസിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് റേബീസിന് ഇതേവരെയും പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും. പിന്നെ പല ആളുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, നായ്ക്ക് വാക്സിൻ കൊടുത്താൽ നായ്ക്ക് അസുഖം വരത്തില്ല, കടിക്കുന്ന മനുഷ്യനാണ്. തെറ്റാണ്. അങ്ങനെയും അസുഖം വരത്തില്ല. അസുഖം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയേ ഇല്ല. വേറൊന്ന്, ഒരു മൃഗത്തിന് പേ ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിന് നാരങ്ങ കൊടുത്തു കഴിഞ്ഞാൽ പേ ഉടനെ വരും. അതല്ലെന്നുണ്ടെങ്കിൽ മുട്ട കൊടുത്താൽ പേ വരും, പേന്റെ സിംറ്റം കാണിക്കും. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ഒരു തരത്തിലും ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമുള്ള കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ളത്. ഇങ്ങനെയൊന്നും. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, വാക്സിൻ എടുത്താൽ നമുക്ക് മറ്റസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. അതും ശരിയല്ല. കഠിനാധ്വാനം ഒന്നും ചെയ്യരുത് എന്നുള്ളതേ ഉള്ളൂ ഇപ്പം വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് വാക്സിൻ
ഫലപ്രദമാണ്. പേവിഷബാധയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പേവിഷബാധയുടെ വാക്സിൻ എന്ന് പറയുന്നത് നായ്ക്കളിലും പൂച്ചകളിലും ഒക്കെ നല്ല രീതിയിൽ പ്രതിരോധ ശേഷി ഉണ്ടാകും. അതിപ്പോ കോവിഡ് വാക്സിനൊക്കെ നിങ്ങൾക്കറിയാം, വാക്സിൻ എടുത്താലും മനുഷ്യർക്ക് ചിലപ്പോൾ വീണ്ടും അസുഖം വരും. അത് ആ വൈറസിന്റെ പ്രത്യേകതയാണ്. പക്ഷേ റേബീസ് വാക്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ റേബീസിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആന്റിബോഡി പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് അതിന് അസുഖം വരാനുള്ള സാധ്യത വിരളമാണ്, ഏതാണ്ട് നിയറിങ് സീറോ ആണ്. നല്ല രീതിയിലുള്ള പ്രൊവൈഡഡ് ആരോഗ്യമുള്ള മൃഗമായിരിക്കണം, നല്ല വാക്സിൻ ആയിരിക്കണം, നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ളതായിരിക്കണം, നല്ല രീതിയിൽ അത് മൃഗത്തിന്റെ പുറത്ത് കുത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, ഒരു സാധാരണപ്പെട്ട ഒരു ഡൗട്ടാണ്. അതായത് നമ്മൾ ഈ നായ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ അതുപോലുള്ള അച്ചാർ ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പേവിഷബാധ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് എത്രത്തോളം ശരിയാണ് സാർ? അതെല്ലാം തെറ്റാണ്. ഇത്തരം നാരങ്ങ, മുട്ട, അച്ചാറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് പേളവാൻ സാധ്യതയുണ്ട്. ഒരു നായ കടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പേവിഷബാധ വരാതിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് അത് ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ മരണം വിളിച്ചു വരുത്തുന്ന സമീപനങ്ങളാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് അതുപോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഈ പേവിഷബാധ പകരുന്നതിന്റെ സാധ്യതയും വളരെ കുറവാണ്. പക്ഷെ അതിനുള്ള സാധ്യത ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് വേണ്ട ഒരു പ്രോട്ടോകോളൊക്കെ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് പല രീതി ഓരോ സ്പീഷീസിലും റേബീസ് വൈറസ് കയറുമ്പോൾ ആ റേബീസ് വൈറസിന്റെ വീര്യം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. നായ്ക്കളിലും പൂച്ചകളിലും ഒക്കെ ഈ അസുഖം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ വീര്യം കൂടി വരിക. അതേസമയത്ത് പശുക്കളിലൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വീര്യം കുറയുകയാണ്. കോഴികളിൽ ബേർഡ്സിനകത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ വീര്യം കുറയുകയാണ്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അത് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളുള്ള കാര്യങ്ങളാണ്. അതിന് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി നമുക്കത് വേണ്ട രീതിയിൽ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു അറിഞ്ഞുകൂടാത്ത വാക്സിനേഷൻ ഹിസ്റ്ററി അറിയാത്ത ഒരു നായയുടെയോ പൂച്ചയുടെയോ കടിയോ മാന്തലോ ഉണ്ടായാൽ അത് നിസ്സാരമായിട്ട് കാണരുത്. വാക്സിൻ എടുക്കണം. അത് പലപ്പോഴും കുഞ്ഞു കുട്ടികൾ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു നായ വന്ന് ശരീരത്തെ തട്ടി അത് അബദ്ധത്തിൽ അതിന്റെ തുപ്പൽ തെറിച്ച് വീണോ കടിച്ചോ നക്കിയോ എന്ന്. നായ്ക്കളുടെയും പൂച്ചകളുടെയും ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ നക്കുമ്പോൾ തന്നെ ചെറിയ മുറിവുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിക്ക് തന്നെ അസുഖങ്ങൾ പലപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അത് വീട്ടിൽ വന്ന് പറയണം. വാക്സിൻ എടുക്കണം. അത് വാക്സിൻ എടുക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാതെ അതാ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹൈഡ്രോഫോബിയെ പറ്റിയും എയറോഫോബിയെ പറ്റി സാർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ റാബിസ് ബാധിച്ചവരിൽ കേട്ടിട്ടുണ്ട് ഹൈഡ്രോഫോബിയ ആൻഡ് എയറോഫോബിയ തുടങ്ങിയ കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ടെന്ന്. എത്രത്തോളം ശരിയാണ് സാർ? ഈ ഹൈഡ്രോഫോബിയ എയറോഫോബിയ ഒക്കെ റേബിസ് അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ്. പലപ്പോഴും ഈ അസുഖം വരുന്നതിന് മുൻപിൽ ഒരു ഭാഗവും ഉണ്ട്. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ഇത് കാണുന്നത്. അസുഖത്തിന് മുമ്പായിട്ട് അതിന്റെ കോഴ്സ് ഓഫ് ദ ഡിസീസ് ഓരോ സ്പീഷീസിലും വ്യത്യാസമാണ്. ചില ജീവികളിലാണെങ്കിൽ ഇപ്പൊ നായക്ക് റേബിസിന്റെ അസുഖം വന്നു തുടങ്ങിയാൽ അത് 2, 3, 4 ദിവസം കൊണ്ട് അത് മരണം ഉറപ്പാണ്. അത് ചത്തുപോയിരിക്കും അസുഖം വന്ന്. പക്ഷെ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് വരെ ഇതിന്റെ സലൈവയിൽ റേബീസ് വൈറസ് ഉണ്ടാവും. അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യരുടെ കേസിലാണ് ഹൈഡ്രോഫോബിയയും എയറോഫോബിയയും വരുന്നത്. നായ്ക്കളിൽ ഹൈഡ്രോഫോബിയയും എയറോഫോബിയയും കാണാറില്ല. അത്ര ഒരു കാർഡിനൽ സൈനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട്. കാര്യം പലരും തെറ്റിദ്ധരിക്കും നായ വെള്ളം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് നായ്ക്ക് റേബീസ് ഇല്ല. തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ റേബീസ് വൈറസ് വരുന്നുണ്ടെ മസിൽസ് ഓഫ് ഡിഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ഇത് ഇറക്കാൻ പറ്റുന്ന മസിൽസിന്റെ ഒന്നും പാരാലിസിസ് മനുഷ്യരിൽ ഉണ്ടാകുന്നത്ര രീതിയിൽ നായ്ക്കളിൽ ഉണ്ടാവാറില്ല. പക്ഷെ അതിന്റെ കീഴ്ത്താടി ചിലപ്പോൾ തളർന്ന് താഴേക്ക് പോകാം. പക്ഷെ ഈ സിംറ്റം ഒക്കെ തന്നെയും കാണുന്നതിന് മുമ്പ് തന്നെ അസുഖങ്ങൾ അതിന്റെ റേബീസ് വൈറസ് അതിന്റെ വായിലെ ഉമിനീരിൽ നിന്ന് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമ്മളെ കടിക്കുന്ന സമയത്ത് നായ്ക്ക് പ്രത്യേക അസുഖ ലക്ഷണങ്ങൾ ഇല്ലായിരിക്കും. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ അസുഖ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കടിക്കുമ്പോൾ അസുഖം ഇല്ലായിരുന്നു എന്നുള്ളത്, അസുഖ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കുന്നത് അബദ്ധമാണ്. അപ്പോൾ സാർ, ഈ രോഗം ബാധിക്കാതെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? മുൻകരുതലുകൾ ഒരു വ്യക്തികൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെയോ പൂച്ചകളെയോ വളർത്തുകയാണെങ്കിൽ അവര് വാക്സിൻ പ്രോപ്പറായിട്ട് എടുത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ലൈസൻസ് കൃത്യമായിട്ട് കരസ്ഥമാക്കി അവയൊക്കെ ആരോഗ്യത്തോടു കൂടി വളർത്തുക.
രണ്ട്, ജന്തുസ്നേഹപരമായിട്ട് നമ്മൾ ഒരു നായയെയോ പൂച്ചയോ ജീവികളെയോ ഒക്കെ ചെയ്യുമ്പോൾ വേണ്ട മുൻകരുതലുകളോടുകൂടി അവയെ സംരക്ഷിക്കുക. ഒരു നായയോ പൂച്ചയോ പുറത്തുനിന്നെടുത്ത് നമ്മുടെ നായകളുടെയോ പൂച്ചകളുടെയോ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നതിന് മുമ്പായിട്ട് അവയ്ക്ക് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടത്ര കാല അളവിൽ അതിനെ ഒറ്റപ്പെടുത്തി അതിന് ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളുടെ ഫാമിലേക്കും, അതേപോലെ ഡോഗ് ഫാം ആണെങ്കിലും കാറ്ററി ആണെങ്കിലും അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാവും. ഒരു ലോക്കൽ ബോഡികൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നായ്ക്കളുടെ ലൈസൻസിങ് കമ്പൽസറി ആയിട്ട് കൊണ്ടുവരിക. കാര്യം ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട്, നായ്ക്കളെ അലഞ്ഞു തിരിയാനായിട്ട് അനുവദിക്കാതിരിക്കുക. നായ്ക്കളുടെ വംശവർദ്ധനവ് തടയാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ ഗ്രാമപഞ്ചായത്തുകളും അതേപോലെ മറ്റ് പഞ്ചായത്തുകളുമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും തന്നെ ആഹാരം അത്ര കൂടുതൽ കിട്ടുന്ന ഒരു സന്ദർഭം ഒഴിവാക്കാൻ പറ്റും. ഈ വേസ്റ്റ് ഡിസ്പോസൽ പ്രോപ്പറായിട്ട് ചെയ്യാത്തതാണ് എപ്പോഴും നായ്ക്കളുടെ വംശവർധന തെരുവിൽ കൂടാൻ ഉണ്ടാക്കും. അത് നമ്മൾക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. കൂടുതൽ മാംസം വലിച്ചെറിയുന്ന ഭാഗങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ അറവുശാലകൾ അല്ലെ അറവ് നടത്തുന്ന സ്ഥലങ്ങളിലുള്ള നായ്ക്കൾ വളരെ അഗ്രസീവായിട്ടും അവയ്ക്ക് കൂടുതൽ വംശവർധന വരുന്നതായിട്ടും പെട്ടെന്ന് എണ്ണം കൂടുന്നതായിട്ടും കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികളും കൂടെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നായയുടെ എണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ തെരുവിലുള്ള നായ്ക്കളുടെ ABC എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം, അവയുടെ വംശവർധനവ് തടയുന്നതിന് വേണ്ടി നായ്ക്കളെ ആണെങ്കിൽ പെണ്ണായ്ക്കളെയും ആൺനായ്ക്കളെയും വന്ധ്യംകരിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളം അതിന്റെ ചെവിയിലിടുന്ന ഒരു സമ്പ്രദായവും ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവയ്ക്കൊക്കെ തന്നെ മൈക്രോചിപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്ക് എല്ലാ വർഷവും വാക്സിനേഷന്റെ ബൂസ്റ്ററുകൾ നൽകുക. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ വളരെ നല്ല രീതിയിൽ റേബീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നായ്ക്കളിൽ മൈക്രോചിപ്പിങ് തന്നെ കമ്പൽസറി ആക്കി വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു നായയെ നമ്മൾ തെരുവിലേക്ക് ഇറക്കി വിടുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പൊ മനുഷ്യർ ചെയ്യുന്ന വളരെ തെറ്റായ ഒരു കാര്യമാണ് 7-8 വയസ്സ് വരെ അവരുടെ വീടുകളിൽ അതിനെ ഓമനയായിട്ട് വളർത്തിയിട്ട് അതിന്റെ ഒരു അവസാന പ്രായമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്ക് ഇതിനെ കൊണ്ടുപോയി തുറസായ സ്ഥലത്ത് തുറന്നു വിടുക. ഇങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നവരെ കണ്ടുപിടിക്കണം, അവർക്ക് നല്ല കനത്ത ശിക്ഷയും നൽകാം. സർ, അപ്പോൾ മറ്റൊരു ഡൗട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പശുക്കൾക്കൊക്കെ പേവിഷബാധ ഏൽക്കാറുണ്ട്. അപ്പോൾ ഇത് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ പശുവിന്റെ പാല് മനുഷ്യർ കുടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റവും പശുവിന്റെ പാൽ കുടിക്കുന്നതിലൂടെ ഇത് പകരാൻ സാധ്യതയുണ്ട്? കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഇത്തരം രസകരമായ സംഭവങ്ങൾ വന്നിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏത് മൃഗത്തിന്റെ ആയാലും എല്ലാ സ്രവങ്ങളിൽ റേബീസ് വന്നാൽ അതിന്റെ സ്രവങ്ങളിൽ കൂടെ എല്ലാം തന്നെ റേബീസ് വൈറസ്. പക്ഷേ പശുവിന്റെ പാലിനകത്ത് ജീവികളുടെ മാമറി ഗ്ലാൻഡിലെ പാലിനകത്തുള്ള സെക്രീഷൻസ് കുറവാണ് കമ്പയർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള എക്സ്ക്രീഷൻസിൽ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും 50-60 ഡിഗ്രി സെന്റിഗ്രേഡ് ആയി കഴിഞ്ഞാൽ റേബീസ് വൈറസ് അപ്പോഴേ ഡെത്ത് ആയി പോകും. അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ തിളപ്പിച്ച പാല് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പേവിഷബാധ വരാനുള്ള സാധ്യതയില്ല. പിന്നെ അമ്പലത്തിൽ അഭിഷേകം ചെയ്യുന്ന ഉടനെ തിളപ്പിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. ഈ അഭിഷേകം ചെയ്ത പാല് കുടിച്ചിട്ട് നമ്മൾ വാക്സിനേഷൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതെടുത്ത് വായിൽ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വായിൽ നോർമലി പോവാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയില്ല നമ്മളുടെ ട്രാക്സിൽ എവിടെങ്കിലും. പിന്നെ അങ്ങനെ വരുന്നത് കൊണ്ട് അല്ലാണ്ട് അത് ഓറലി വരുന്നുണ്ടെ റേബീസ് വൈറസ് വളരെ ഫ്രജൈൽ ഒരു വൈറസ് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകുന്നതുകൊണ്ട് അത് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇങ്ങനെ പശുവിന് വരുന്നുണ്ടെ പശുവിന്റെ പാല് തിളപ്പിക്കാതെ കുടിച്ചിട്ടുണ്ട്, പശുവിന് പേ വന്നു എന്നുണ്ടെങ്കിൽ നമ്മള് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പേ പിടിച്ച ഒരു നായയാണെന്നുണ്ടെങ്കിൽ 2, 3, 4 ദിവസത്തിനകം മരണപ്പെട്ടു പോകും. പക്ഷെ ഒരു പേ പിടിച്ച പശു ആണെങ്കിൽ ചിലപ്പോൾ അത് 10-14 ദിവസമൊക്കെ അസുഖം കാണിച്ചതിന് ശേഷമാണ് മരിക്കുന്നത്. ഓരോ സ്പീഷീസിലുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ അസുഖം വന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പലതരം ചോദ്യങ്ങൾ ഞാൻ ഈ പേവിഷബാധ നിയന്ത്രണത്തിനുള്ള ഒരു ലബോറട്ടറി ഉള്ള കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഇത് ആദ്യമായിട്ട് 90കളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അത് വളരെ ഫലപ്രദമായിട്ട് കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു
മുഖ്യമന്ത്രി ഇതേപോലെ നീന്തൽ കുളത്തിൽ കുളിച്ചു, അതിനകത്തൊരു നായ ചത്ത് കിടന്നു, ഉടനെ അതിനകത്തുനിന്ന് അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി നമുക്ക് ആ നായയെ നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പേവിഷബാധ ഇല്ലെന്ന് കൺക്ലൂസീവായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഒരുപാട് വളരെ രസകരമായ, ഇപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നിടത്ത് ഭാര്യയ്ക്ക് ഒരു എക്സ്പോസർ വന്നു, അവർക്ക് വാക്സിൻ എടുക്കുന്നു, ഭാര്യ ഭർത്താവിന് അവരുടെ അല്ലാണ്ട് കോണ്ടാക്ട്സ് വഴി അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ വരെയും ആളുകൾ ചോദിക്കാറുണ്ട്. കാര്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിന് ഉള്ളത് ഞാൻ റേബീസ് പിടിക്കും എന്നുള്ള പേടി കൊണ്ട് തന്നെ റേബീസിന്റെ സിംറ്റം കാണിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവാറ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പോസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി പോലും വാക്സിനേഷൻ പലപ്പോഴും അവരുടെ ആരോഗ്യത്തിന് നല്ലതായിട്ട് ഭവിക്കാം. ഈ റേബീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റേബീസ് അത് അത്രയും സീരിയസ് ആയിട്ട് ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ വൺസ് അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ടൈമാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എത്രയും നേരത്തെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നേരത്തെ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, അത്രയും നമ്മൾ അസുഖം ബാധിക്കാനായിട്ടുള്ള സാധ്യതയിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വെറ്റിനറി ഡോക്ടർമാരും അതേപോലെ ആനിമൽ ഹാൻഡ്ലേഴ്സും ഒക്കെ തന്നെ ഈ അസുഖം വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് അഥവാ ഒന്ന് കടി കിട്ടിയാലും ഒരു ബൂസ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള 1-2 തവണ വാക്സിൻ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ രക്തത്തിലെ പ്രതിരോധ ശേഷി എത്ര ലെവൽ വരെ ഉണ്ടെന്ന് പരിശോധിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും ലബോറട്ടറിയിൽ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോഴത്തേക്ക് നമുക്കൊരു നായകടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്റിബോഡി ടൈറ്റർ എത്ര ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വേണമെങ്കിൽ വാക്സിൻ എടുക്കുന്നത് വരെ ഒഴിവാക്കാനുള്ള സാധ്യതയും അത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വികാസവും ഒക്കെ തന്നെ ഇപ്പോഴും അവൈലബിൾ ആയി. തീർച്ചയായിട്ടും. അപ്പൊ അത്രത്തോളം മാരകമായൊരു വൈറൽ ഡിസീസ് ആണ് റേബീസ് എന്ന് പറയുന്നത് അല്ലേ? അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കടി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുറിവുകളിൽ ഇത് വീണാൽ മാത്രമേ ഈ അസുഖം വരുത്തുള്ളൂ, അല്ലാണ്ട് ശ്വസിച്ചുകൊണ്ട് അസുഖം വരില്ല, കാറ്റിൽ കൂടെ ഈ അസുഖം പകരില്ല. അങ്ങനെ ഒന്നും പകരുന്ന ഒരു അസുഖമല്ല. അങ്ങനത്തെ അനാവശ്യമായ ഭീതി നമുക്ക് ആവശ്യമില്ല. പക്ഷെ മുൻകരുതലുകൾ പ്രോപ്പറായിട്ട് എടുക്കുകയും വളരെ ശാസ്ത്രീയമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മരണം പോലും ഉണ്ടാവാൻ നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ ഓരോ ദിവസവും പത്രങ്ങളിലും ന്യൂസ് ചാനൽസിലും ഒക്കെ നമ്മൾ ആക്സിഡൻസിനൊപ്പം ഒരുപോലെ കേൾക്കുന്ന ഒരു വാർത്തയാണ് തെരുവ് നായകളുടെ ആക്രമണത്തെ പറ്റിയും അതുപോലെ പേവിഷബാധ മരണത്തെ പറ്റിയും. പലരും വീട്ടിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവയിൽ നിന്ന് നമുക്ക് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആർക്കും വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഇവയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അതായത് പേവിഷബാധയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം, അതുപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇത്തരത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഇന്ന് ഇത്ര വലിയ അറിവ് നമ്മോട് പങ്കുവച്ചത് കൊല്ലം കമ്പാനിയൻ ആനിമൽ ഹോസ്പിറ്റൽ ആൻഡ് റിസോഴ്സ് സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ ബി അരവിന്ദ് സാറാണ്. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം ഇത്രയധികം വിവരങ്ങൾ, ഇത്രയധികം ഇൻഫോർമേഷൻ നമുക്ക് പങ്കുവച്ചതിന് കേട്ടോ. അതുപോലെ ഇതുപോലെ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫോർമേഷൻ ആയിട്ട് ലൗഡ് സ്പീക്കർ ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ അറിയണം, അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, സാങ്കേതിക വിദ്യകൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയണം എങ്കിൽ ട്യൂൺ ഇൻ ടു ലൗഡ് സ്പീക്കർ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ ശ്രീശാന്തിനോടൊപ്പം നമ്മുടെ സ്വന്തം ആശ്രയ FM 90.